നമ്മൾക്ക് നോക്കാനുള്ളത് ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഡിഫ്യൂഷൻ എന്താണെന്ന് നോക്കാം. ഡിഫ്യൂഷൻ. So diffusion is the random movement of molecules and ions of solute, solvent or gases in a concentration gradient or a diffusion pressure gradient. എന്താണെന്ന് വെച്ചാൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്നും കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ഡിഫ്യൂഷൻ പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്നും ഡിഫ്യൂഷൻ പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്കോ ഉള്ള റാൻഡം മൂവ്മെന്റിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞ പ്രോസസ് എന്ന് പറയുന്നത്. സോ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ മോളിക്യൂൾസ് ഏത് മീഡിയത്തിലും ഇതേപോലെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് അല്ലെങ്കിൽ ഡിഫ്യൂഷൻ പ്രഷർ ഗ്രേഡിയന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മോളിക്യൂൾസ് ഡൗൺ ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിൽ മൂവ് ചെയ്യുന്നത് ഒരു നാച്ചുറൽ പ്രോസസ് ആണ്. അവിടെ കോൺസെൻട്രേഷൻ കൂടിയെടുത്ത് ഒരു ഹൈ ഡിഫ്യൂഷൻ പ്രഷർ ഉണ്ടാകും. അവിടെ നിന്നും മോളിക്യൂൾസിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തേക്ക് മോളിക്യൂൾസ് എന്ത് ചെയ്യും, റാൻഡം ആയിട്ട് മൂവ് ചെയ്യും. ഇത് ലിക്വിഡ് മീഡിയത്തിൽ നടക്കാം, എയറിൽ നടക്കാം, ഏത് മീഡിയത്തിലും സംഭവിക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഈ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. സോ മോളിക്യൂൾസ് ഇപ്പൊ ഇത് ഡിഫ്യൂഷൻ കോമൺ ആയിട്ട് നമ്മൾ പണ്ട് തൊട്ട് കേൾക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പോൾ ഈ റൂമിൽ ഒരു സ്പ്രേ ബോട്ടിൽ വീണ് പൊട്ടിയാൽ ആ സ്പ്രേ ബോട്ടിലിന്റെ സ്മെല്ല് കുറച്ചു നേരം കഴിയുമ്പോൾ അപ്പുറത്ത് റൂമിൽ എത്തുന്നു, അതിനുശേഷം അതിനപ്പുറം വീട്ടിൽ എത്തുന്നു. അങ്ങനെ കുറെ സ്ഥലത്ത് ഇത് സ്പ്രെഡ് ചെയ്ത് പോവുകയാണ്. സോ ഇതൊരു ഡിഫ്യൂഷൻ പ്രോസസ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ സ്പ്രേ ബോട്ടിൽസ് അല്ലെങ്കിൽ സ്പ്രേ മോളിക്യൂൾസിന്റെ അതിനകത്തുള്ള ലിക്വിഡ് മോളിക്യൂൾസ് ആയിട്ട് ആ മോളിക്യൂൾസ് ഈ റൂമിൽ ആദ്യം എത്തുന്നു, എന്നിട്ട് അതിനുശേഷം അപ്പുറത്തെ റൂമിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നു. ഇത് ഡിഫ്യൂഷന്റെ ഫലമായിട്ട് സംഭവിക്കുന്ന സ്പ്രെഡിങ് ആണ്. മോളിക്യൂൾസ് അതിന്റെ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തേക്ക് റാൻഡം ആയിട്ട് മൂവ് ചെയ്യുന്നു. ഇതാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിഫ്യൂഷനെ കുറിച്ച് തുടർന്നുള്ള കാര്യങ്ങൾ, അത് ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ജസ്റ്റ് ഡിഫ്യൂഷൻ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കാനുള്ളത് ഓസ്മോസിസ് ആണ്. സോ ഓസ്മോസിസ് ഈ ഡിഫ്യൂഷൻ ആദ്യം ഞാൻ പറഞ്ഞത് തന്നെ ഓസ്മോസിസിലോട്ട് വരാൻ വേണ്ടിയാണ്. ഓസ്മോസിസ് എന്ന് പറയുമ്പോൾ ഓസ്മോസിസ് is also a kind of diffusion. അത് ഞാൻ പറയുന്നത് it is the net diffusion of solvent molecules from a hypotonic solution to a hypertonic solution across a semi-permeable membrane. ഇത് ഇവിടെ ഒരു ഡിഫ്യൂഷൻ പ്രോസസ് തന്നെയാണ് സംഭവിക്കുന്നത്. ബട്ട് ഒറ്റ വ്യത്യാസം, ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞാൽ അത് ഏത് മീഡിയത്തിലും സംഭവിക്കുന്ന ഒരു പ്രോസസ് ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഓസ്മോസിസ് ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ടു ലിക്വിഡ് മീഡിയം ഓൺലി. അവിടെ ലിക്വിഡ്സിൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഓസ്മോസിസ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ അതിന് രണ്ട് സൊല്യൂഷൻസ്, കോൺസെൻട്രേഷൻ ഡിഫറൻസ് ഉള്ള രണ്ട് സൊല്യൂഷൻസിനിടയിൽ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ടായിരിക്കണം. പക്ഷെ ഡിഫ്യൂഷന്റെ കേസിൽ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. നോ നീഡ് ഓഫ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഓസ്മോസിസ് ഇറ്റ് നീഡ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ ബിറ്റ്വീൻ ടു സൊല്യൂഷൻസ് വിത്ത് ഡിഫറെന്റ് കോൺസെൻട്രേഷൻസ്. അപ്പം നമ്മൾ ഇനി ഒരു സിസ്റ്റം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹിയർ ഈസ് എ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് two kinds of solutions with different concentrations. Solution A is hypotonic. Tonicity ഒക്കെ നമുക്ക് ഇപ്പോൾ അറിയാം, hypotonic, and B is a hypertonic solution. ടോണിസിറ്റിയുടെ ബേസിസിൽ നമുക്ക് ഇങ്ങനെ രണ്ട് സൊല്യൂഷൻസിനെ എടുക്കാം. ഇവിടെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവാണ് when compared to B. അപ്പൊ ഇവിടെ സാധാരണയായിട്ട് ഇപ്പൊ ഈ സൊല്യൂട്ട് മോളിക്യൂൾസിന് ഈ മെംബ്രെയിൻ ക്രോസ് ചെയ്ത് പോകാൻ പറ്റില്ല. സൊല്യൂട്ട് മോളിക്യൂൾസ് ആ മെംബ്രെയിൻസിന്റെ പോസിനെക്കാട്ടിലും വലിയ മോളിക്യൂൾസ് ആണെങ്കിൽ അവർക്ക് ഒരിക്കലും കോൺസെൻട്രേഷൻ ഈക്വൽ ആക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിക്കില്ല. സോ ഇവിടെ സോൾവെന്റ് മോളിക്യൂൾസ് എന്ത് ചെയ്യും, എയിലാണ് സോൾവെന്റ് മോളിക്യൂൾസിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ. അപ്പൊ ബിയിലേക്ക്, സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടിയ ബിയിലേക്ക് ഇവിടുന്ന് സോൾവെന്റ് മോളിക്യൂൾസ് പോയി ആ കോൺസെൻട്രേഷൻ ഈക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരും. സോ ഇത് ഇവിടെ ഈ സെമി പെർമിബിൾ മെംബ്രെയിനിലുള്ള ഈ സോൾവെന്റ് മോളിക്യൂൾസിന്റെ മൂവ്മെന്റിന്റെ ആ പ്രോസസ്സിനാണ് ഓസ്മോസിസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. അപ്പൊ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനെ തുടർന്ന് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഇവിടെ നമ്മളിപ്പോ ഒരു സെല്ലിനെ എടുത്ത് ഒരു പ്യുവർ വാട്ടറിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, നമ്മുടെ സെൽ സാപ്പിനെക്കാട്ടിൽ കോൺസെൻട്രേഷൻ കുറവാണ് ഇപ്പോൾ നമ്മുടെ സറൗണ്ടിങ് മീഡിയത്തിൽ. സെല്ലിനെ ഇപ്പൊ ഞാൻ ഒരു പ്യുവർ വാട്ടറിലോട്ട് ഇട്ടു, നമ്മുടെ സറൗണ്ടിങ് മീഡിയത്തിലെ കോൺസെൻട്രേഷനേക്കാൾ കൂടിയ കോൺസെൻട്രേഷൻ ആണ് ഇപ്പോൾ സെൽ സാപ്പിൽ. വാട്ട് ഹാപ്പൻസ്, അവിടെ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സെല്ല് ഇട്ട് വെച്ചിരിക്കുന്ന മീഡിയമാണ്. ആ മീഡിയത്തിൽ കിടക്കുന്ന സെല്ലിന്റെ അകത്ത് സെൽ സാപ്പ് എന്ന് പറയുന്നത് ഹൈപ്പർട്ടോണിക്കുമാണ്. സോ സാധാരണയായി ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ നിന്നും ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിലേക്കാണ് സോൾവെന്റ് മോളിക്യൂൾസ് മൂവ് ചെയ്യുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ സറൗണ്ടിങ് മീഡിയത്തിൽ നിന്നും സെല്ലിനകത്തോട്ട് വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യും,
മൂവ് ചെയ്യും. ദി പ്രോസസ് ഓഫ് ഓസ്മോസിസ് in which water molecules moves from the surrounding medium towards the cell is called endosmosis. എന്താ എൻഡോസ്മോസിസ് എന്ന് അറിയാമോ? അതായത് നമ്മളിപ്പോ ഒരു സെല്ലിനെ നമ്മളൊരു ഇപ്പൊ ഒരു സിസ്റ്റത്തില് നമ്മളിപ്പോ ഒരു സൊല്യൂഷനിലേക്ക് ഒരു സെല്ലിനെ ഇട്ടു. സൊല്യൂഷൻ എന്ന് പറയുന്നത് സെൽ സ്റ്റാപ്പിനേക്കാൾ കോൺസെൻട്രേഷൻ കുറഞ്ഞതാണെങ്കിൽ സ്വാഭാവികമായിട്ടും എക്സ്റ്റേണൽ മീഡിയത്തിൽ നിന്നും ഹൈപ്പോട്ടോണിക് മീഡിയത്തിൽ നിന്നും ഹൈപ്പർട്ടോണിക് സെൽ സാപ്പിലേക്കായിരിക്കും അല്ലെങ്കിൽ സെല്ലിനകത്തോട്ടായിരിക്കും വാട്ടർ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ സോൾവെന്റ് മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് സംഭവിക്കുക. അങ്ങനെ അകത്തോട്ട് വാട്ടർ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് സംഭവിക്കുന്നതിന് ആ പ്രോസസ് ഓഫ് ഓസ്മോസിസ് ഈസ് കോൾഡ് എൻഡോസ്മോസിസ്. അതുപോലെ ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദാറ്റ് എന്താ, വാട്ടർ മോളിക്യൂൾസ് സെല്ലിന്റെ അകത്ത് നിന്നും പുറത്തോട്ട് മൂവ് ചെയ്യുക. അതെപ്പോഴാ? നമ്മുടെ സറൗണ്ടിങ് മീഡിയം ഹൈപ്പർട്ടോണിക് ആയിട്ട് മാറുമ്പോഴാണ്. യെസ്, നമ്മുടെ സറൗണ്ടിങ് മീഡിയത്തിലേക്ക് ഇനി ഞാൻ കുറച്ച് സൊല്യൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ അതിനകത്ത് പ്യൂർ വാട്ടർ ആണല്ലോ, കുറച്ച് സൊല്യൂട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ സെൽ സാപ്പിനേക്കാൾ കോൺസെൻട്രേഷൻ കൂട്ടി കഴിയുമ്പോഴത്തേക്ക് വാട്ട് ഹാപ്പൻസ്? അപ്പൊ ഈ കോൺസെൻട്രേഷൻ ഇപ്പൊ നമ്മുടെ സറൗണ്ടിങ് മീഡിയത്തിലാണ് കൂടുതൽ. അപ്പൊ നമ്മുടെ സെല്ലിന്റെ അകത്തുള്ള സെൽ സാപ്പ് പുറത്തോട്ട് മൂവ് ചെയ്യും. അപ്പൊ ഇതിന്റെ പേരാണ്, അല്ലെങ്കിൽ സെല്ലിന്റെ അകത്തുള്ള വാട്ടർ മോളിക്യൂൾസ് കൂടി പുറത്തെ സറൗണ്ടിങ് മീഡിയത്തിലേക്ക് പുറത്തോട്ട് മൂവ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എക്സോസ്മോസിസ്. എക്സോസ്മോസിസ്. ഈ രണ്ട് പ്രോസസ്സുകൾ ഇവിടെ നിന്ന് പറയണം, എൻഡോസ്മോസിസ് ആൻഡ് എക്സോസ്മോസിസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ ഈ ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ ഒരു സെല്ലിന് ഇട്ടെന്ന് പറഞ്ഞില്ലേ, കണ്ടിന്യൂസ് ആയിട്ട് ഈ സെല്ലിന് എക്സോസ്മോസിസ് സംഭവിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ സെല്ലിനകത്തുള്ള പ്രോട്ടോപ്ലാസ്റ്റിലെയും വാക്യൂളിലേക്ക് സെൽ സാപ്പ് മൊത്തവും പുറത്തോട്ട് മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ സെല്ലിന്റെ ടർഗർ പ്രഷർ കൺസിഡറബിൾ ആയിട്ട് കുറയുകയും അതിന്റെ ഫലമായിട്ട് ഈ സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിൻ ആ സെൽ വാളിൽ നിന്നൊക്കെ ഡിറ്റാച്ച് ചെയ്തു വരികയും ചെയ്യും. This condition is called plasmolysis. This condition is called plasmolysis. Plasmolysis is the shrinkage of protoplast and vacuole of the cell due to continuous exosmosis. കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സോസ്മോസിസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ആ സെല്ലിന്റെ പ്രോട്ടോപ്ലാസ്റ്റും വാക്യൂളും ഒക്കെ സെൽ സാപ്പ് നഷ്ടമായിട്ട് ഷ്രിങ്ക് ചെയ്തു പോണ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് പ്ലാസ്മോലിസിസ്. ഈ പ്ലാസ്മോലിസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ മാങ്ങ പോലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോഴത്തേക്ക് കോൺസെൻട്രേഷൻ കൂടിയ സൊല്യൂഷനിലാണ് നമ്മൾ ആ സെല്ലിനെ ഇട്ട് വെക്കുന്നത്. അപ്പൊ വാട്ട് ഹാപ്പൻസ്? ആ ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിലേക്ക് സെൽ സാപ്പിൽ നിന്നുള്ള വെള്ളം എല്ലാം പുറത്തോട്ട് പോവുകയും അങ്ങനെ ആ സെല്ല് മാങ്ങയ്ക്ക് ചൊങ്ങി പോകണം നമുക്ക് കാണാൻ സാധിക്കും. സോ ഇവിടെ ഒരു പ്ലാസ്മോലിസിസ് ആണ് സംഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കൂടിയ സറൗണ്ടിങ് മീഡിയത്തിലേക്ക് നമ്മുടെ സെല്ലിൽ നിന്നും വാട്ടർ പുറത്തോട്ട് എക്സോസ്മോസിസ് സംഭവിക്കുകയും അവിടെ ഒരു ആ സെല്ല് ഷ്രിങ്ക് ചെയ്ത് പോകുന്ന, അങ്ങനെ പ്രോട്ടോപ്ലാസ്റ്റും വാക്യൂളൊക്കെ ഷ്രിങ്ക് ചെയ്ത് പോകുന്ന ആ പ്രോസസ് ആണ് പ്ലാസ്മോലിസിസ്. സോ ദിസ് ഈസ് പ്ലാസ്മോലിസിസ്. അതുപോലെ ഇനി ഈ പ്ലാസ്മോലിസിസ് പിന്നെയും കണ്ടിന്യൂസ് എക്സോസ്മോസിസ് സംഭവിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പ്ലാസ്മോലിസിസിന്റെ ഇനീഷ്യൽ സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസിപ്പിയന്റ് പ്ലാസ്മോലിസിസ്. ഇൻസിപ്പിയന്റ് പ്ലാസ്മോലിസിസ്. അതുപോലെ കംപ്ലീറ്റ് അല്ലെങ്കിൽ ഈ പൂർണ്ണമായിട്ടും സെൽ മെംബ്രെയിൻ സെൽ വാളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തു അല്ലെങ്കിൽ കംപ്ലീറ്റ് പ്ലാസ്മോലിസിസിനെ വിളിക്കുന്ന പേരാണ് എവിഡന്റ് or complete plasmolysis. Evident or complete plasmolysis. അപ്പം ഈ ലാസ്റ്റ് സ്റ്റേജിൽ ആ സെല്ല് ഓൾമോസ്റ്റ് ഡെഡ് ആയിട്ടുണ്ടാവും. എല്ലാ സെൽ സാപ്പും നഷ്ടമായിട്ട് കംപ്ലീറ്റ് പ്ലാസ്മോലിസിസ് നടക്കുന്നത് ലാസ്റ്റ് സ്റ്റേജ് ആണിത്. ഇനി ഇങ്ങനെ ഒരു പ്ലാസ്മലൈസ്ഡ് സെല്ലിനെ ഞാൻ എടുത്തിട്ട് ഒരു പ്യുവർ വാട്ടറിലേക്ക് പിന്നീട് ഇപ്പൊ ഹൈപ്പർട്ടോണിക് സൊല്യൂഷനിൽ കിടക്കുമ്പോഴാണല്ലോ എക്സോസ്മോസിസ് സംഭവിക്കുന്നത്. ഈ എക്സോസ്മോസിസ് സംഭവിച്ച് പ്ലാസ്മലൈസ്ഡ് ആയിട്ടുള്ള ഒരു സെല്ലിനെ ഞാൻ ഇട്ടിട്ട് വീണ്ടും ഒരു പ്യുവർ വാട്ടറിലോട്ട് ഇട്ടാൽ ആ സെല്ല് വീണ്ടും വാട്ടർ മോളിക്യൂൾസിനെ അബ്സോർബ് ചെയ്ത് അതിന്റെ ടർജിഡിറ്റി വീണ്ടെടുക്കുകയും ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഡീപ്ലാസ്മോലിസിസ്. ഒരു പ്ലാസ്മലൈസ്ഡ് സെല്ലിനെ വീണ്ടും ഒരു ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ കീപ്പ് ചെയ്താൽ അത് വീണ്ടും അതിന്റെ ടർജിഡിറ്റി വീണ്ടെടുത്ത് പഴയ സ്റ്റേറ്റിലോട്ട് മാറും ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഡീപ്ലാസ്മോലിസിസ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പ്ലാസ്മോലിസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാനുള്ളത് അബ്സോർപ്ഷൻ പ്രോസസ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് അസെന്റ് ഓഫ് സാപ്പ് ആണ്. സോ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ